ഹലോ കൂട്ടുകാരെ, വെൽക്കം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങുകയാണ്. സമയം 10 മണി രാത്രി. ഞങ്ങളുടെ കോളനിയാണ്. കോളനിയിൽ എല്ലാവരും ഏകദേശം ആരും ഉറങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷെ പകലും ഇതേ അവസ്ഥയാണ്. പുറത്തൊന്നും ആരും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സൈലൻറ്റ് കോളനിയാണ്. വീടൊക്കെ പൂട്ടി ഗേറ്റും അടച്ച് ഇറങ്ങുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒരു ലെമൺ കട്ടൻ കുടിക്കാൻ പറഞ്ഞിട്ട് ഒരു നൈറ്റ് ഡ്രൈവ് ആയില്ല പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ മൂന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ, അതൊന്നും എടുത്തതാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ കോളനി കൂടെ ഉള്ളൊരു വഴി. ഇനി പോകുമ്പോൾ ഒരു 2 വീടിൻ്റെ ഇപ്പുറത്ത് വലിയൊരു കുളമുണ്ട്. ആ കുളമാണ് കേട്ടോ ഇത്. അതും കടന്ന് ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട് വരുന്നത് അയ്യപുരം, കൽപ്പാത്തി അയ്യപുരമാണ് ബസ് സ്റ്റോപ്പ്. കൽപ്പാത്തി പറയും, പോസ്റ്റ് കൽപ്പാത്തിയാണ്. ആ ഭാഗത്തായിട്ട് വരും കേട്ടോ. ശേഖരിപുരം, കൽപ്പാത്തി, അയ്യപുരം, അങ്ങനെയൊക്കെ അടുത്തടുത്ത് സ്റ്റോപ്പുകളാണ് അതൊക്കെ. ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് വിക്ടോറിയ കോളേജിൻ്റെ ബാക്ക് വശം കേട്ടോ അത്. അങ്ങനെ പോയി ഒരുപാട് കടകളും കാര്യങ്ങളും, ഒരു ടൗൺ ഏരിയയാണ്. അപ്പോൾ എന്നും ആളും വിളിച്ചു, രാത്രിയും വണ്ടികളും വാഹനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് വിക്ടോറിയ കോളേജ് എത്തി. നമ്മുടെ വിക്ടോറിയ കോളേജിൻ്റെ ബാക്ക് വശത്താണ് നമ്മുടെ വീട് വരുന്നത്. വിക്ടോറിയ കോളേജാണ് ഈ കാണുന്ന. ഈ മതിലും ഒക്കെ അതിൽ പെടുന്നതാണ്. കണ്ടില്ലേ? അതിന് നേരെ നമുക്ക് പോവാം. പോയിട്ട് രാത്രി കുറച്ച് അധികം തിരക്കുള്ള ഒരു കടയാണ്. എല്ലാവരും വരുന്നതും ചായ കുടിക്കുന്നതും രാത്രി ഫുൾ ടൈമുള്ള കടയാണ് കേട്ടോ അത്. 24 മണിക്കൂറും ഉണ്ട് തോന്നുന്നു ആ കട. ഈ ഭാഗം മോയിൻ ഗേൾസ് സ്കൂളില്ലേ, മോയിൻ ഗേൾസ്, അതാണ് കേട്ടോ ഇത്. ഈ കാണുന്നത്, ആ നേര് കാണുന്നത് സ്റ്റുഡിയോ. അപ്പുറത്ത് എന്താണ് സ്റ്റൈൽ യൂണിയൻ പറഞ്ഞിട്ട് വേറൊരു കടയുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇടയായിട്ടല്ല, ഒരു 2-3 വർഷമായിട്ട് വന്ന ഒരു നെഹദി കുഴിമന്തി, നല്ല ഫേമസ് ആയിട്ടുള്ള, നല്ല തിരക്ക്, അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയാണ് കേട്ടോ ഇത്. ഞാൻ അത് കാണിക്കുന്നില്ല. അതിൻ്റെ മുകളിൽ പാലമാണ്, അതിൽ കയറേണ്ട. നമുക്ക് പാലത്തിൻ്റെ ഇപ്പുറത്ത് കൂടെ ഒന്ന് ഇറങ്ങാം. പാലത്തിൻ്റെ അടിവശത്ത് കൂടെ അങ്ങനെ പോയി പറഞ്ഞാൽ നമ്മുടെ അരോമ തിയേറ്റർ ഇല്ലേ, പാലക്കാട് ടൗണിലുള്ള തിയേറ്റർ, അത് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. ഈ ഭാഗത്താണ് വരുന്നത്. അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് നിറയെ തട്ടുകടകളുണ്ട് കേട്ടോ. ഒരു 5-6 തട്ടുകടകളുണ്ട്. എല്ലാത്തിനും നിറയെ ആളുമുണ്ട്. കാരണം അത് നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനാണ്. ഈ കടകളുടെ ബാക്കിലായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ കല്യാണ സിൽക്സ് എല്ലാം ഇവിടെയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് മുനിസിപ്പൽ സ്റ്റാൻഡ്. നമ്മുടെ പാലക്കാട് ഈ ഇടയ്ക്ക് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതാണ്, പുതുക്കി പണിതതാണ് മുനിസിപ്പൽ സ്റ്റാൻഡ്. അവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി പറയാം നമ്മൾ പോകാൻ ഉദ്ദേശിച്ച കടയെത്തി. ഇതായി കാണുന്നതാണ് കേട്ടോ ആ കട. നല്ല തിരക്കുള്ള കടയാണ്. രാത്രി എല്ലാവരും വരുന്നൊരു കടയാണ്. അപ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. മോർണിംഗ് കൊണ്ട് പോയാൽ ശരിയാവില്ല, വണ്ടികളൊക്കെ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതല്ലേ. അപ്പോൾ അതിന് തൊട്ടായിട്ട് ഇപ്പുറത്തൊരു കടയുണ്ട്, ഒരു ലോട്ടറി കട, ഒരു കോഫി, ജ്യൂസ്, സ്നാക്സൊക്കെ കിട്ടുന്നൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ വാങ്ങിച്ചത് എൻ്റെ മോന് കൊടുക്കാമല്ലോ പറഞ്ഞിട്ട് കാടമുട്ട വാങ്ങിച്ചു. പിന്നെ ഒരു ചിക്കൻ കട്ട്ലേറ്റ് വാങ്ങിച്ചു. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റംസായ ലെമൺ ടീ. ഈ ടീൻ്റെ പ്രത്യേകത, ഇതിൽ തേൻ ഒഴിച്ചിട്ടാണ് കേട്ടോ കട്ടൻ വയ്ക്കുന്നത്, തേന്. അപ്പം ഞാൻ ഗ്ലാസ് കാലിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ട് നമുക്ക് വണ്ടി തിരിക്കാം വീട്ടിലേക്ക്. പുറത്ത് നിന്ന് കുടിച്ചു, ഞാൻ കാറിൻ്റെ അകത്ത് ഇരുന്നിട്ട് കുടിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടുണ്ട് കേട്ടോ. തിരിച്ചു പോകുന്നത് അതേ വഴിയിലൂടെയല്ല. പാലക്കാട് ജോബീസ് മാള്, തുളസി ജ്വല്ലറി, ആ ഭാഗം ടൗൺ ഏരിയ തന്നെയാണ്. അതിൽ കൂടെയാണ് നമുക്ക് പോകുന്നത്. നമ്മൾ ടൗൺ ആയതുകൊണ്ട് ഏത് തന്നെ പോയാലും നമ്മുടെ വീടെത്തും. ഇതാണ് ജോബീസ് മാൾ കേട്ടോ. ഇതിനുള്ളിൽ കുറച്ച് കടകളും കാര്യങ്ങളും കുട്ടികൾക്കുള്ള ഗെയിമൊക്കെ ഉണ്ട്.
ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് മോനെയൊക്കെ കൂട്ടിയിട്ട്. ഇതാണ് നമ്മുടെ താരേക്കാട്. ഇത് കൊപ്പം നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലില്ല, അതാണ്. അതിന് തൊട്ട് മാക്സ് ഉണ്ട്, തുണിക്കട മാക്സ്. ഈ ഭാഗത്തായിട്ട് ഒരുപാട് തുണിക്കടകളുണ്ട് കേട്ടോ. നല്ല ബ്രാൻഡഡ് തുണിക്കടകളില്ലേ, പാൻറ്റലൂൺസ് അങ്ങനത്തെയൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ ഉണ്ട്. ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയത് കൊണ്ട് വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയത് കൊണ്ട് എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് പറയാൻ പറ്റണില്ല. എനിക്കറിയില്ല. ഒന്നാമത്തത് കുറച്ചധികം കടകളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. താരേക്കാട് പറയും. കൊപ്പം നമ്മുടെ സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ കണ്ടില്ല, അതേ സ്റ്റുഡിയോ ആണ്. നമ്മൾ തിരിച്ച് വരുമ്പോൾ വണ്ടി വേറെ വഴി കൂടെ വന്നതുകൊണ്ട് ഇങ്ങനെ കാണുന്നത്. ഇത് നമ്മുടെ സ്കൂളെത്തി. പിന്നെ ഇതാ നമ്മുടെ വിക്ടോറിയ കോളേജ് കണ്ടോ, വിക്ടോറിയ കോളേജിൻ്റെ മുൻവശമാണിത്. പിന്നെ സൈഡിൽ കൂടെ നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ രാത്രി ആരെങ്കിലുമൊക്കെ ഈ നൈറ്റ് ഡ്രൈവിന് പോകുന്നവരും ഒരു കട്ടൻ കുടിച്ചിട്ട് വരാറുണ്ട് പോകുന്നവരും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. എന്നെപ്പോലെ ആരെങ്കിലും രാത്രി ഡ്രൈവൊക്കെ ഇഷ്ടമുള്ളവരെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇത് കണ്ടോ, നേരെ കാണുന്ന കുളമാണ് കേട്ടോ, വലിയ കുളമാണ്. ഈ സൈഡിലൂടെ പോയാൽ എൻ്റെ വീടെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോസായിട്ട് വരുന്നത് വരയ്ക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ വന്നതുപോലെ തിരിച്ചു കയറട്ടെ, ഗേറ്റൊക്കെ തുറന്നിട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.